ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു മോർണിംഗ് റുട്ടീനായിട്ടോ കാണിക്കാൻ പോകുന്നത്. മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ മയിൽ വന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വ്ളോഗാണ്. മയിലിൻ്റെ സൗണ്ട് അങ്ങനെ എപ്പോഴും കേൾക്കാറില്ല രാവിലെ ഒന്നും. പിന്നെ നല്ലോണം അത് സൗണ്ട് ഇട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്ടിലത് കയറി നിൽക്കുന്നുണ്ട്. ഏറ്റവും മീതിയാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ നല്ല ഉഷാറായിട്ട് നിന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വെറുപ്പിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരെയും രാവിലെ തന്നെ. കാണാനൊക്കെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അടുത്ത് കാണുമ്പോഴൊക്കെ നമുക്ക് നല്ല കൗതുകം തോന്നുന്നുണ്ടെങ്കിലും ഒരിക്കൽ ഇത് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഭയങ്കര വെറുപ്പിക്കലാട്ടോ. സൗണ്ട് നിർത്തുകയില്ല, ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടാക്കി കളയും. ഞാനൊക്കെ പ്രത്യേകിച്ച് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ സൗണ്ട് വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. ചില സമയത്തേ ഉള്ളൂ, അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവില്ല. എന്നാലും തുടങ്ങിയാൽ പിന്നെ നിർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ്, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു മയിലുകൾ അധികം വരുന്നത്. ഈ വരണ്ട പ്രദേശത്താണ് മയിലുകൾ കൂടുതൽ വരികയെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ മീതെ കയറി നിന്നിട്ട് രാവിലെ തന്നെയുള്ള കസർത്ത് കളിയാണ്. പിന്നെ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇത്ര ഡിസ്റ്റൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലെ എന്നെ കണ്ടപാട് അത് പേടിച്ചിട്ട് ബാക്കോട്ടേക്ക് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനത്രയും പേടിയാണ് കേട്ടോ. നമ്മളങ്ങനെ കൊത്താനോ ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. അതിങ്ങനെ പറന്ന് നടക്കും, അതിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തിന്ന് ഇങ്ങനെ ആ രീതിയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പീലി വിരിച്ചിട്ടുള്ളൊരു രീതിയിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. അത് വളരെ കുറവ്. എന്നെ കണ്ടപ്പോൾ ഇതാ ബാക്കോട്ട് പോകുന്നുണ്ട്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അപ്പുറത്തെ വാട്ടർ ടാങ്കിൻ്റെ അവിടെയും 2 പെൺമയിൽ നിൽക്കുന്നു. അപ്പോൾ എപ്പോൾ ഇയാൾ വന്നാലും ഇതിൻ്റെ കൂടെ 2 ഗേൾ ഫ്രണ്ട്സ് സ്ഥിരമായിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. ചില സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളെയും കാണാറുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കുറേ നാളായിട്ട് ഞാൻ കാണാറില്ല, എവിടെ പോയെന്നറിയില്ല. അപ്പോൾ രാവിലെ തന്നെ മയിലിനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ തുടക്കം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള റോഡ് കേട്ടോ. ഇവിടെ ടാറിങ്ങൊന്നും നടന്നിട്ടില്ല, മണ്ണുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ഇപ്പോൾ പയ്യെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആവുമെന്ന് പറയുന്നു. ഓരോ വീടുകളൊക്കെ ആയിട്ട് ഇനി പണി കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി വന്നു. സാധാരണ മോനുണ്ടാവാറുണ്ട് എൻ്റെ കൂടെ നടക്കാൻ പോകുമ്പോഴൊക്കെ. ഇപ്പോൾ ഇന്ന് മോനുണ്ടായില്ല, അവൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ തന്നെ 2 ജനലുകൾ ഇങ്ങനെ തുറന്നിട്ട് ആ ബാക്ക് യാർഡിലെ ചെടികളൊക്കെ ഒന്ന് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിവിടെ കിച്ചണിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും പുറമേത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം, ഒന്ന് ലൈവായിട്ട് കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിലും ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ കുറച്ച് പൂച്ചെടികളുണ്ട്, പിന്നെ ചെറിയതായിട്ട് ആമ്പൽ, താമരയൊക്കെ ഞാൻ ബാക്ക് യാർഡിലും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും വാഷ് ചെയ്യുമ്പോഴൊക്കെ ഈ ചെടികളെ കണ്ടുകൊണ്ട് ലൈവായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അതെന്തോ ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു പ്ലാനിങ്ങിൽ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബാക്ക് യാർഡ് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ചായ ഇടാം കേട്ടോ. ഇന്നിപ്പോൾ ജിഞ്ചർ ടീ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ജിഞ്ചർ ടീയോ അല്ലെങ്കിൽ ഏലക്കയിട്ടിട്ടുള്ള ചായയോ അങ്ങനെയൊക്കെ. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടും സാധാ നോർമൽ ചായ ആയിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ രാവിലത്തെ ചായ ചില ദിവസങ്ങളൊക്കെ ഇത്തിരി സ്പെഷ്യലായിട്ട് വേണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ മസാല ടീ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ, അത് കുറവാണ്. നല്ല ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ചായ അടിച്ചിട്ടാണ് അങ്ങനെ എടുക്കാറ് കേട്ടോ. 2-3 തവണ ഇങ്ങനെ ചായ അടിച്ചെടുക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ചായ നമ്മൾ ഉണ്ടാക്കി ഡയറക്റ്റ് അങ്ങനെ അടിക്കാതെ എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മളൊന്ന് ആക്കുന്ന സമയത്ത് നല്ലോണം അതിനകത്ത് എയറൊക്കെ കയറി ഭയങ്കര ഫ്രഷ്നെസ് കിട്ടാൻ നല്ലതെന്നുണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ, ഒരു ഷെഫ് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോയിൽ. അതിനുശേഷം പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് എടുക്കാറ് കേട്ടോ. അതിനൊരു വ്യത്യാസമുണ്ട് അങ്ങനെ ചായ കുടിക്കുമ്പോൾ. നമ്മൾ വെറുതെ ഒരു ചായ കുടിക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ നന്നായിട്ട് ചായ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഒരു ഡിഫറൻസ് ഉണ്ട്. അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കും മോനുമുള്ള ചായ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ബാക്ക് യാർഡിൽ പോയിരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ബാക്ക് യാർഡിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ചായ കുടിക്കാനായിട്ട് നല്ല രസമാണ്. ചിലപ്പോൾ ഈവനിങ്ങിലും ഞങ്ങൾ 3 ആളും ഞാനും കുട്ടികളും കൂടി ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാറുണ്ട്. നമുക്ക് ആ ചെടികളൊക്കെ കണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടാവും. ചിലപ്പോൾ സ്കൂളിലത്തെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരൊന്ന് മനസ്സ് തുറന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മൊമെൻറ്റ്സ് മിസ്സാക്കാറില്ല. അധികം അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് ആ നേരത്തൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് യാർഡ് ഗാർഡൻ. അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സും പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും വാട്ടർ ലില്ലി, ലോട്ടസൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ചുറ്റും പുറം മൊത്തം ചെടികളാട്ടോ. ഒരു സൈഡ് മാത്രമേ ചെടികളില്ലാത്തുള്ളൂ. അവിടെ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അവിടെ മാത്രം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലോട്ടസിൻ്റെ പോട്ടിലും വാട്ടർ ലില്ലിയുടെ പോട്ടിലൊക്കെ എപ്പോഴും കിളികൾ വരും. പലതരം കുരുവികളും ചെറിയ ചെറിയ നല്ല കാണാൻ രസമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുരുവികളൊക്കെ ഉണ്ട്, ഹമ്മിങ് ബേർഡ്, അതൊക്കെ വരും. അത് വന്നിട്ട് വെള്ളം കുടിക്കുന്നതും പിന്നെ അതിൽ കുളിച്ചിട്ടൊക്കെ പോകും. അതിങ്ങനെ അതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ കുടഞ്ഞെണിച്ച് പോകണ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ തുണി കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ മീതെയാണ്. അപ്പോൾ ചെറിയ ജോലികളൊക്കെ കുട്ടികളെ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇടാനും അത് ഓൺ ചെയ്തിടുക അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. കുറച്ച് ജോലികളൊക്കെ അവരും പഠിക്കുന്നതിന് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട്. ഒരു വീടായിട്ട് ഒരു ടച്ച് വേണമല്ലോ കുട്ടികൾക്ക്. ഒന്നും അറിയില്ല, ഒന്നും ചെയ്യാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നീടൊരു സമയത്ത് നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പിന്നെ അവർ ചെയ്തൊന്നും വരില്ല. അപ്പോൾ ഒരു
ബന്ധം വരാൻ വേണ്ടിയിട്ട് വീടായിട്ട് ഒരു നല്ല കണക്ഷൻ വരാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതാണ് അങ്ങനത്തെ ശീലങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് മോൻ എണീറ്റുണ്ട്, അവനോട് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ അവർ ചെയ്യുള്ളൂ. പിന്നീട് ഒരു സമയം കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തൊന്നും വരില്ല. അപ്പോൾ അത് ഇപ്പോഴേ ചെയ്ത് ശീലിപ്പിക്കുന്നതാണ്. പിന്നെ കുറച്ച് ഉണങ്ങിയ തുണികൾ എടുത്ത് വെക്കേണ്ടിരുന്നതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ കാട് കത്തിപ്പിടിച്ച കേട്ടോ, ഇതൊരു കഥ തന്നെയാണ്. പിന്നെ ഞാനിതുപോലെ ആ ഒരു സൈഡിലൊക്കെ തീയിടുന്ന സമയത്ത് പെട്ടെന്ന് തീ അങ്ങ് ആളിപ്പിടിച്ചിട്ട് മേലോട്ട് കയറി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. താഴെ ചാലിൽ കത്തിച്ചതാണ്. ഒരുപാട് ഇലകൾ കിടന്നിട്ട് എന്തോ അനങ്ങുന്ന പോലെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ട് ചെയ്തതാണ്. നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു പണിയാണ് കിട്ടിയത്. അതങ്ങനെ മേലോട്ടേക്ക് പടർന്ന് കയറി ഫുള്ള് ആ ഒരു കാടിൻ്റെ ഉണങ്ങി കിടക്കുന്ന പുല്ല് മൊത്തം കത്തി പിടിച്ചതാണ്. ഇത്രയും ഭാഗം നല്ല വെടുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫയർഫോഴ്സൊക്കെ വന്നിട്ട് അത്യാവശ്യം തീയൊക്കെ കടത്തേണ്ട ആവശ്യമൊക്കെ വന്നു. അങ്ങനെ പിന്നെ അന്ന് കുറച്ച് ടെൻഷനായി പോയിട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല തീ ഇങ്ങനെ ഒരു ചതിക്കുന്നുള്ളത്. ഒരു കാറ്റ് വന്നപ്പം ചെറിയൊരു ഉണക്കപ്പുല്ലിൽ തീ പിടിച്ചു. പിന്നെ അതങ്ങനെ തീ പിടിച്ചാൽ അറിയാമല്ലോ, നല്ലോണം കയറി പിടിച്ച് ഇതായി. ആകെ ഒരു ടെൻഷനുള്ള ദിവസമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ കാണുമ്പോൾ ഒരു സമാധാനം. കാടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് പാമ്പും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കണം. എല്ലാം കത്തിച്ചാമ്പലായതുകൊണ്ട് അതാണ് ഒരു സമാധാനം. ഇതാണ് ഞാൻ നട്ടിട്ടുള്ള മുരിങ്ങ. അപ്പോൾ ഇത് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അത്യാവശ്യം നമുക്ക് ഇല എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഒരിക്കൽ 1-2 കായ ഉണ്ടായി. പിന്നെ ഒരു മഴ സമയം വന്നപ്പോൾ ഇത് ഒടിഞ്ഞ് വീണു കാറ്റത്ത്. അങ്ങനെ ഇത് പിന്നെ പോയി എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സൈഡിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചൊക്കെ വന്ന് അങ്ങനെ മേലോട്ട് വന്നതാണ്. ഈ മുരിങ്ങയുടെ മരത്തിന് അതാ പ്രശ്നം, ബലം കുറവാണ്. പെട്ടെന്നൊരു കാറ്റ് വന്നാലൊക്കെ അത് ഒടിഞ്ഞ് വീണ് അത്രയും നല്ല രീതിയിൽ വന്നൊരു മരമാണെങ്കിൽ പോലും അത് പോകും. പിന്നെ മൊത്തം കത്തിപ്പോയതുകൊണ്ട് കാണാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയും സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. ഈ കാടിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നോക്കുമ്പോൾ ദൂരത്തൊരു കണിക്കൊന്ന നിൽക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ താമസം തുടങ്ങിയപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അതിപ്പോൾ ഈ കാടൊക്കെ കത്തിപ്പോയതിന് ശേഷമാണ് അതൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ടവറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് അതിലേക്ക് തീ പിടിക്കുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് വന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ അവസാനിച്ചു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കള്ളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കള്ള് ചേർത്തിട്ടുള്ള കള്ളപ്പം അല്ല കേട്ടോ, ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അറിയാനും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള മാവൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അരി അരച്ചിട്ടാണ് കേട്ടോ എപ്പോഴും അപ്പത്തിനാണെങ്കിലും കള്ളപ്പത്തിനാണെങ്കിലും ഒക്കെ ബാറ്റർ ഉണ്ടാക്കാറുള്ളത്. അരിപ്പൊടി കലക്കി വെക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല. എനിക്കൊന്നിൻ്റെ ഈ പൊടി കലക്കി വെച്ചിട്ടുള്ള സ്വാദ് ഇഷ്ടമല്ല. ഇഡ്ഡലിപ്പൊടി ദോശപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടാറില്ല. അതൊന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ ആ ഒരു അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അത് ശീലം അങ്ങനെ നമ്മൾ കഴിച്ചിട്ടായതുകൊണ്ടാണോന്ന് അറിയില്ല. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതും അങ്ങനെ തന്നെ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അരി അരച്ചിട്ടാകുമ്പോൾ. അപ്പോൾ ഇന്നലെ ഇത് ഞാൻ സ്റ്റൗ ഒന്ന് ജസ്റ്റ് തുടച്ചിടാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് രാവിലെ ചെയ്തിട്ട് പണികളിലേക്ക് കിടക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ക്ലീൻ ചെയ്യണത്. ഈ ഒരു കള്ളപ്പം നമ്മൾ ചുട്ടെടുക്കുന്നത് സാധാരണ രീതിയിൽ അപ്പം ചുടുന്ന പോലെ അപ്പത്തിൻ്റെ പാനിലല്ല, ഇത് ദോശക്കല്ലിൽ തന്നെയാണ് ചുട്ടെടുക്കുക കേട്ടോ. അതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുന്ന ഒരു രീതിയാണ്. ആ ചൂടോടെ തന്നെ കഴിക്കണം. നല്ല ചിക്കൻ കറി അതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഞാൻ കടലക്കറി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കൂട്ടി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ദോശക്കല്ല് വെച്ചു. നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ അധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. എണ്ണ കുറവ് മതി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത് എപ്പോഴും എണ്ണ തുടച്ച് അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് ഒഴിവാക്കിയതാണ് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ. അപ്പോൾ നോൺ സ്റ്റിക്ക് നമുക്കിപ്പോൾ അത്രയ്ക്കെല്ലാം ആവശ്യങ്ങളല്ലേ ഉള്ളൂ, കുറേ അധികം കുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കള്ളപ്പത്തിലേക്കുള്ള ഒരു കൂട്ടെന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കും. ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കും, ഒന്ന് ചതച്ച പോലെ. എന്നിട്ട് അത് ഈ മാവിൽ ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കുക. അത് നമ്മൾ അപ്പം ആവശ്യത്തിനുള്ളത് മാത്രം മിക്സ് ചെയ്താൽ മതി. മാവ് റെഡിയാക്കി വെക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ വെളുത്തുള്ളി ജീരകം തേങ്ങ ചുവന്നുള്ളിയൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ആക്കിയിട്ട് ഇതുപോലെ കുറച്ചായിട്ട് നമുക്ക് മാവിൽ മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കുകയാണ്. എല്ലാ മാവിലേക്കും ഒരുമിച്ച് നമ്മൾ മിക്സ് ആക്കി വെച്ചാൽ അത് അപ്പോഴത്തേക്ക് തന്നെ തീരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ കുറച്ച് മാവ് നമുക്ക് അധികം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ആക്കി വെച്ചാൽ മാവ് കേടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ട് മിക്സ് ആക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ഈ കള്ളപ്പത്തിന്. സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ പൊടി കലക്കി വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ കപ്പി കുറുക്കി കാച്ചിയിട്ട് അങ്ങനത്തെ രീതിയിലൊന്നല്ല ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ച് വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചെറിയ അപ്പങ്ങളായിട്ടാണ് ചുട്ടെടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട്.
ഇത് നന്നായിട്ട് കൂട്ടിയിട്ട് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് നന്നായിട്ട് കുറച്ച് വെക്കുക, എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ നല്ല ബബിൾസ് വരും. ബബിൾസ് വന്ന് മേലുള്ള മാവൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് മറിച്ചിടുക കേട്ടോ. ചുട്ട ഭാഗം ഒന്ന് 2 സെക്കൻഡ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അപ്പോൾ റെഡി ആയി കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് വേഗം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ ആയത് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചൂടാറി കഴിഞ്ഞാലും അപ്പത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലേറ്റൊക്കെ റെഡി ആക്കിയിട്ട് രണ്ടാളും അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. വെള്ളക്കടലയാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, അതും ചേർത്തിട്ട് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അവരാദ്യം കഴിച്ചതിൻ്റെയാണ് പിന്നെ ഞാനിരിക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. കൂടുതൽ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആദ്യത്തെ ഈ ഒരു സമയത്താണെങ്കിലും നല്ല അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.